ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. മദർഹുഡ് ഫാമിലിയുടെ സ്വാഗതം. ജോസ്മി ആട്ടോ. ഇന്നൊരു ഡിസ്പോസിബിൾ ഡയപ്പറിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ മദർഹുഡ് ചാനലിലെ ഒരു ഫോളോവർ സജസ്റ്റ് ചെയ്ത് ഞാൻ വാങ്ങിയ ഒരു ഡയപ്പറാണ് കേട്ടോ. മീഷോയിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. കാരണം ഇതിനു മുമ്പ് മീഷോയിൽ ഞാൻ ലിറ്റിൽ ഏഞ്ചൽസും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ ബ്രാൻഡുകൾ ഞാൻ റിവ്യൂ ചെയ്തപ്പോൾ അതിനകത്ത് വന്ന് കമൻറ്റ് ചെയ്തതാണ് ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കൂ, അവർ ഉപയോഗിച്ചിട്ട് നല്ലതായിരുന്നു, അപ്പം വലിയ റേറ്റും ഇല്ല, അഫോർഡബിൾ പ്രൈസുമാണ്, അപ്പം അത് മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടുമല്ലോ, അതൊന്ന് റിവ്യൂ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു ഡയപ്പർ. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചിട്ടുള്ള ഇത് ടോട്ടൽ ഞാൻ 60 പീസിൻ്റെയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. 60 പീസിൻ്റെ ഇപ്പോൾ ഒരു 9 എണ്ണേ ബാക്കിയുള്ളൂ. അപ്പോൾ അത് 51 പീസ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂ ആണ് നിങ്ങളോട് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേദന വീഡിയോട്ട് പോകുന്ന ആ രീതിയിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ആ ഒരു ബ്രാൻഡ് ഏതാണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാകും അല്ലേ? ഹണി ബണി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. എനിക്ക് ഒരു ബ്രാൻഡ് എനിക്ക് പുതിയതാണ്, എനിക്ക് നേരത്തെ എനിക്ക് അറിയത്തില്ല. നമ്മുടെ ഈ ഒരു ഫോളോവർ പറഞ്ഞതിന് ശേഷമാണ് ഞാനൊരു ബ്രാൻഡ് മീഷോയിൽ സജസ്റ്റ് ചെയ്തത് കേട്ടോ. അഫോർഡബിൾ പ്രൈസ് ആണ്, നല്ല ക്വാളിറ്റി ആണെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങി. അപ്പം പിന്നെ റിവ്യൂ ഒന്ന് ഇട്ട് നോക്കാമല്ലോ, അല്ലെങ്കിൽ നമ്മൾ വാങ്ങി ട്രൈ ചെയ്ത് നോക്കി റിവ്യൂ പറയാമല്ലോ, എൻ്റെ കൂടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ ഞാൻ വാങ്ങിയത്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു 60 പീസിൻ്റെ സാധനമാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ലാർജ് ആണ് സൈസ്. ലാർജ് എന്ന് പറയുമ്പോൾ 9 to 14 kg കുട്ടികൾക്കുള്ളതാണ്. പാൻ ടൈപ്പ് ആണ് കേട്ടോ ഇത്. അപ്പം ഞാനിത് ഉപയോഗിച്ചതെന്ന് പറയുമ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജോഡുവിന് ഡിസ്പോസിബിൾ ഡയപ്പേഴ്സിൻ്റെ ഒരു ആവശ്യം അങ്ങനെ വരുന്നില്ല. കാരണം അവൻ ഓൾമോസ്റ്റ് 99% അവൻ നൈറ്റ് ആയാലും ഡേ ടൈമിലായാലും പോട്ടി ട്രെയിൻഡായി. ഈ ഒരു റിവ്യൂവിന് വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു സംഭവം ഞാൻ വാങ്ങിയത്. അപ്പോൾ അതിന് വേണ്ടി തന്നെ പിന്നെ മാത്രമല്ല എനിക്ക് ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് എനിക്ക് ചില ആവശ്യം വരുന്നത് ഈ ട്രാവൽ ടൈമിൽ ചില സമയത്ത് വരും. കാരണം അവൻ നമ്മുടെ കയ്യിൽ കിടന്നൊക്കെ ഉറങ്ങുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ബൈ മിസ്റ്റേക്ക് അവനിങ്ങനെ അറിയാതെ യൂറിനൊക്കെ പാസ് ചെയ്ത് ഉറക്കത്തിൽ അവൻ അറിയാതെ പാസ് ചെയ്ത് പോവാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ മാത്രമല്ല എനിക്കിപ്പം അവന് സുഖമില്ലാത്ത സമയത്തോ എനിക്ക് രാത്രിയിൽ ഒരു 1 ടൈം ഞാൻ അവനെ പാസ് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ എനിക്കും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ തലവേദനയൊക്കെ ഉള്ളൊരു സമയം വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് ഞാൻ ഇടിച്ച് കൊടുക്കാറുണ്ട് അവനെ. കൂടുതലും ഞാൻ നമ്മുടെ റീയൂസബിൾ ആണ് ഞാൻ ചെയ്യിക്കാറ്. പക്ഷേ ഇതിൻ്റെ ഒരു റിവ്യൂ നിങ്ങളോട് പറയണമെങ്കിൽ ഞാനിത് എൻ്റെ മോനെ ഉപയോഗിക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു സംഭവം ഞാൻ രാത്രിക്കാൻ ഇടിച്ച് കൊടുത്ത് എന്നിട്ട് 51 പീസ് ഞാൻ തീർത്തത് ഒരു 2-3 മാസം കൊണ്ടാണ്. കാരണം ഡിസംബർ ഫസ്റ്റ് വീക്കിലാണ് ഞാനിത് ഓർഡർ ചെയ്തത്. ഇതിപ്പോൾ മാർച്ച് ഫസ്റ്റ് വീക്കായി. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് തീർന്നിട്ടില്ല. ഇനി 9 പീസ് ബാക്കിയുണ്ട്. 51 പീസ് ഞാൻ എങ്ങനെയൊക്കെയോ ഞാൻ തീർത്തു എന്ന് വേണം പറയാൻ, ഉപയോഗിച്ച്. അപ്പം എന്നാലും അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇതിൻ്റെ റേറ്റിനെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. അഫോർഡബിൾ പ്രൈസ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത് 499 രൂപ 60 പീസിന്. ഓക്കെ, പക്ഷേ എനിക്ക് ഇത് പേയ്മെൻറ്റ് ചെയ്യാൻ നേരത്ത് കുറച്ച് കോയിൻസ് എൻ്റെ മീഷോയിൽ ബാക്കിയുണ്ടായിരുന്നു. ആ കോയിൻസ് ഞാൻ യൂസ് ചെയ്തു. അതുപോലെ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്കൗണ്ട് ഒരു 15% 20% അങ്ങനെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് എനിക്ക് 366 രൂപയ്ക്കാണ് ഈ 60 പീസ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ലാഭമായി പോയിട്ടോ. ഞാനിത് 499 വെച്ച് ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴും ഒരു പീസിന് 7.5 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ ഇത് 366 രൂപയിലോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഒന്ന് ചിന്തിച്ച് നോക്കുക എനിക്കത് എത്രത്തോളം കുറഞ്ഞു എന്നുള്ളത്. ഒരു 6-5 സംതിങ്ങിലോട്ട് ഒരു പീസിന് 6-5 അങ്ങോട്ട് എത്തി. 5 എത്തി, കറക്റ്റ് എനിക്ക് അറിയില്ല. അപ്പോൾ ഏതായാലും ഒരു 6 എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പീസിന് 6 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ലാഭമാണ്. ഇനി എൻ്റെ കോയിൻസ് ഞാൻ യൂസ് ചെയ്യുന്നില്ലായിരിക്കട്ടെ. കാർഡിൻ്റെ ഒരു 15% ഡിസ്കൗണ്ട് ആണെങ്കിൽ തന്നെ ഒരു 400 രൂപ കൂട്ടിക്കോ, എന്നാലും 6 രൂപയിലല്ലേ സംഭവം നിൽക്കത്തുള്ളൂ. അപ്പോൾ അത് ശരിക്കും നമുക്ക് നല്ല ലാഭമാണല്ലോ. പിന്നെ പാൻ ടൈപ്പാണ്. ഇപ്പം ഇതിനകത്ത് ഇവർ തന്നെ ക്ലെയിം ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ഇതിനകത്ത് ഉണ്ട്. യെസ്, വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ കാണുന്ന യെല്ലോ കളർ കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ വെറ്റ്നസ് ഇൻഡിക്കേറ്റർ. 12 hours പ്രൊട്ടക്ഷൻ ഇവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഇവരിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ക്ലെയിം ചെയ്യുന്നുണ്ട്, കണ്ടോ? അപ്പോൾ 12 hours പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് 12 hours പ്രൊട്ടക്ഷൻ കൃത്യമായിട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ നൈറ്റ് ടൈം ഫുള്ള് ഞാൻ യൂസ് ചെയ്തിട്ടും ഇന്നേ വരെ ഈ 51 പീസ് ഞാൻ യൂസ് ചെയ്തിട്ട് ഒരെണ്ണം പോലും എനിക്ക് ലീക്ക് ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷവതി കേട്ടോ. കാരണം നമ്മളിങ്ങനെ കുറച്ച് റേറ്റ് കൊടുത്ത് ചെറിയ പൈസയിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടിയ എല്ലാവരും അത് തന്നെ ഉപയോഗിക്കത്തുള്ളൂ. അപ്പം ഇത്രയും റേറ്റ് കുറവിൽ ഇത്രയും നല്ലൊരു സാധനം 12 hours കൃത്യമായ പ്രൊട്ടക്ഷനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഉദ്ദേശം അത് തന്നെയാണല്ലോ, ലീക്ക് ആവാൻ പാടില്ല, കുട്ടികൾക്ക് റാഷസ് വരാൻ പാടില്ല, സ്കിൻ ഫ്രണ്ട്ലി ആയിരിക്കണം. അപ്പോൾ അതൊക്കെയാണല്ലോ നമ്മുടെ ഉദ്ദേശം. അതാണ്, അത് തന്നെ ഇവർ ക്ലെയിം ചെയ്യുന്നുണ്ട്, അത് തന്നെ ഈ കാര്യത്തിൽ ഇവർ നടത്തുന്നുമുണ്ട്. പിന്നെ ഒരു ഡിസ്പോസിബിൾ ഡയപ്പർ ഉപയോഗിക്കുമ്പം ജോഡിനെ സംബന്ധിച്ച്
ഞാൻ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഡിസ്പോസിബിൾ ഡയപ്പർ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതിനൊരു വഴുവഴുപ്പുണ്ടാവും. ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിന് ആ സംഭവമില്ല, ഒരു വഴുവഴുപ്പേ ഇല്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം ഇത്. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ഒരു സ്മെല്ല്, ഒരു ബാഡ് സ്മെല്ലായിരിക്കും. യൂറിൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു സ്മെല്ല് വരും. ഇത് അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജോഡിന് ചില ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഡിസ്കളറേഷൻ വരാറുണ്ട് അവൻ്റെ ഒരു പ്രൈവറ്റ് ഏരിയയിൽ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് അവൻ്റെ സ്കിൻ എന്തോ അത് അതുപോലെ തന്നെ നിലനിർത്തി, അല്ലാതെ ഒന്നും ഡിസ്കളറേഷൻ വന്നിട്ടുമില്ല, ഒന്നും കൂടെ ഡാർക്ക് ആയിട്ടുമില്ല, ഒന്നും കൂടെ വൈറ്റൻ ആയിട്ടുമില്ല. ഈ സംഭവം എന്തായിരുന്നു അവൻ്റെ ഒറിജിനൽ ആയിട്ട് സ്കിന്ന്, ആ സ്കിന്നിനെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതായത് സ്കിൻ ഫ്രണ്ട്ലി ആണ്, സ്കിന്നിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇത് ഉപയോഗിച്ചാൽ വരുന്നില്ല എന്നുള്ളതാണല്ലോ അതിനൊരർത്ഥം. അപ്പം ഇത്രയും കാര്യങ്ങൾ കൊണ്ട് സ്പെഷ്യലായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, ഇത്രയും കാര്യങ്ങൾ ജോഡിനെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതാണ് കേട്ടോ. അവൻ്റെ സ്കിന്നിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്കിൻ ഫ്രണ്ട്ലി ആയിരുന്നു ഈ ഒരു ഡയപ്പർ ഞാൻ ഉപയോഗിച്ചിട്ട്. പിന്നെ കോട്ടണി സോഫ്റ്റ് എന്ന് ഇവർ പറയുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ല ഇവർക്ക് ഈ നമ്മൾ ചില ഡിസ്പോസിബിൾ ഡയപ്പർ ഉപയോഗിക്കുമ്പോഴേ ഒരു ഭയങ്കര ഒരു പുഴുങ്ങൽ അവരുടെ പ്രൈവറ്റ് ഏരിയയിൽ നമുക്ക് ഫീൽ ചെയ്യും. കുട്ടികൾക്ക് തന്നെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവും. ഇത് അങ്ങനെയൊന്നുമില്ല, തനി ഒരു കോട്ടൺ സാധനം ഉപയോഗിക്കുന്ന രീതിയിലുള്ളൊരു സുഖം തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ഫ്ലെക്സിബിൾ ആൻഡ് കംഫി വേസ്റ്റ് ബെൽറ്റ്. അത് കറക്റ്റാണ്. ഈ ഒരു നമ്മുടെ ഈ ബെൽറ്റ് കണ്ടോ, ഈ ഒരു ബെൽറ്റ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ ഒരു വേസ്റ്റ് ആണ് ഇവരുടെ. ഈ ഒരു വേസ്റ്റ് നല്ല വീതിയിൽ തന്നെ സംഭവം കിടക്കുന്നുണ്ട്. ഡിസ്കംഫർട്ട് ഒന്നും തന്നെ ജോഡിനെ സംബന്ധിച്ചില്ലായിരുന്നു കേട്ടോ. ബ്രീത്തബിൾ മെറ്റീരിയൽ ആണെന്ന് പറയുന്നുണ്ട്. ബ്രീത്തബിൾ മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു എയർ സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നതെന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആ ഒരു പുഴുങ്ങലില്ല എന്ന് ഞാൻ പറഞ്ഞത് അത് ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ 3D ലീഗ് ഗാർഡ് എന്ന് പറയുന്നുണ്ട്. അതെന്നാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, എന്താണ് ഈ 3D ലീഗ് ഗാർഡ് എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹണികോം ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ്. ഹണികോം ചാനലിൻ്റെ പ്രത്യേകത എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും ഇത് ഫില്ലാകുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഈ നമ്മുടെ ഹണി ബീൻ്റെ ആ ഒരു കൂട് പോലത്തെ ഇങ്ങനെ ലെയർ പോലത്തേക്കാണ് ഇതിന് വരും. ചിലപ്പം അത് തന്നെയായിരിക്കാം ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത്, ചിലപ്പം നല്ല അത് തന്നെയാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ഫില്ലിംഗ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു ഹണി ബണി എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. കാരണം ഈ ഒരു എന്നെ സംബന്ധിച്ച് ഒരു 366 രൂപയ്ക്ക് 60 പീസ്, അതും പാൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോട്ടറി അടിച്ച രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ബ്രാൻഡ് ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിലും നിങ്ങളുടെയും കൂടെ റിവ്യൂ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുവാണെങ്കിൽ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഉപകാരപ്പെടുമല്ലോ. അപ്പം ഈ ഒരു ഇത്രയും ഇപ്പം 499 രൂപ കൊടുത്ത് ഡെബിറ്റ് കാർഡ് വെച്ചിട്ടായിരിക്കുമല്ലോ എല്ലാവരും തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പം നമ്മൾ ഗൂഗിൾ പേ വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു 15% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 499 450 അല്ലെങ്കിൽ 400 രൂപ കൊടുത്താൽ പോലും നമുക്ക് നല്ല ലാഭമാണ്. കാരണം അത്രയും നല്ല സാധനമാണ്. എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നിങ്ങളുടെയും കൂടെ റിവ്യൂ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാൻ മറക്കരുത്. ഇപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതായത് അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഡിസ്പോസിബിൾ ഡയപ്പറാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാൻ പോകുന്നത് മീഷോയിൽ നിന്നും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.